പാസ്സാവും. എടാ അവന്റെ റാങ്ക് കണ്ടില്ല, അവൻ ഹീറോയെ കാണിച്ചിട്ടുണ്ടാ, അതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. എടാ മണ്ട, ഇപ്പോൾ ബോട്ടുകള് വരെ ഇപ്പൊ ഹീറോയ്ക്ക് അടിക്കുന്ന കാലമാണ്. പിന്നെയാണ് ഈ നൂബൻ. അയ്യോ, ഞാൻ നൂബനൊന്നുമല്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറാ. എന്നെ നിങ്ങളുടെ റാങ്ക് മാച്ചിൽ കൂട്ടോ? ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞു ഈ നൂബന്മാരെ നിന്റെ ചെയ്യില്ലേ. നിനക്ക് റിവൈവ് ചെയ്യാൻ അറിയാമോടാ നൂബ? എങ്ങനെയെങ്കിലൊക്കെ കളിച്ചിട്ടുള്ള റാങ്ക് കൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയില്ലേടാ നമ്മൾ കൂടെ വരാതിരിക്കുന്നത്. അല്ല ബ്രോ, എനിക്ക് റിവൈവ് ഒക്കെ ചെയ്യാൻ അറിയാം. ഞാൻ നല്ല രീതിയിൽ കളിക്കും. എന്നെ നിങ്ങളുടെ റാങ്ക് മാച്ചിൽ ഒന്ന് കൂട്ടോ ബ്രോ, പ്ലീസ്. ഇതൊരു ക്യാരക്ടർ മാറ്റാൻ പോലും അറിഞ്ഞൂടാത്ത നിനക്ക് എങ്ങനെ റിവൈവ് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന കാട്ടു നൂബ? ഒന്ന് ഇറങ്ങി പോയി താളല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കേക്കടിക്കും. നിന്റെ കൂടെ ഒരു ലോലിമോട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ജാസുവേനെങ്കിലും ഉണ്ടാടാ? അതുപോലും ഇല്ലാത്ത നിന്നെ നമ്മൾ എങ്ങനെയാണ് അങ്ങോട്ട് കളിപ്പിക്കുന്നത്? ഹലോ ബ്രോ, ഈ ജാസുവേറ്റിലെ ഒലിമോട്ടിൽ എന്തിരിക്കുന്നു? കളിയിലല്ലേ കാര്യം. എടാ, ഈ ഫ്രീ ഫയറിൽ ഒരുത്തനും ലോലിമോട്ടും ജാസുവേനും ഇല്ലാതെ പ്രോ പ്ലെയർ ആകത്തില്ല. അതാദ്യം നീ മനസ്സിലാക്കണ കാട്ടു നൂബ. ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനെ കിക്കാക്കാം. പോണച്ച് അവന്മാരെന്നെ കിക്കാക്കിയല്ലേ, ഞാമാരെ കാണിച്ചു കൊടുക്കാം. എന്നെ കുറിച്ച് അവന്മാർക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്റെ കോബ്ര M40 ഞാൻ നിൽക്കിപ്പകത്ത്. എന്നിട്ട് അവനെ ഗ്രൂപ്പിൽ ചെന്നിട്ട് മാസ് കാണിക്കാം. അവന്മാരെന്നെ നൂബൻ എന്നല്ലേ വിളിച്ചത്, ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എടാ, ഇത് നേരത്തെ വന്ന നൂബനല്ലേടാ, ഇവന്റെ ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ടീഷർട്ട് മാത്രമല്ല, വേറെ പലതും ഉണ്ട്, കണ്ടില്ലേ? എന്റെ മോനെ, AK-MP40 മാക്സ് എനിക്ക് വയ്യ. എടാ, നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേടാ ഇവൻ പ്രോ പ്ലെയർ ആയിരിക്കുമെന്ന്. എടാ, ഞാനത് അറിഞ്ഞില്ല. ഡ്രൈവ് ആളത്തിന് ഇട്ടോണ്ടോന്നോണ്ട് ഞാൻ വിചാരിച്ചു നൂബനാണെന്ന്. ഹലോ ബ്രോ, ബിഗ് ഫാൻ ബ്രോ, ഫ്രണ്ട് ആക്കോ പ്ലീസ് ബ്രോ, ഫ്രണ്ട് ആക്കോ. നിന്നെ പോലത്തുള്ള പ്ലേയേഴ്സിനെ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് വെച്ച അതിന്റെ നാണക്കേട് എനിക്കാണ്. ഹലോ ബ്രോ, നേരത്തെ പറഞ്ഞതെല്ലാം സോറി ബ്രോ. ഞാൻ അറിഞ്ഞില്ലായിരുന്നു നിങ്ങളൊരു പ്രോ പ്ലെയർ ആണെന്ന്. പ്ലീസ് ബ്രോ, നമ്മളും കൂടെ ഒരു റാങ്ക് മാച്ച് കളിക്കാവോ? നേരത്തെ ഞാനും ഇതുപോലെ തന്നെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കിക്കാക്കി വിട്ടല്ലേ? അയ്യോ ബ്രോ, സോറി ബ്രോ, പ്ലീസ് ബ്രോ, റാങ്ക് മാച്ച് കളിക്കാവോ? ഞാൻ അറിഞ്ഞില്ലായിരുന്നു, സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു നിങ്ങൾ പ്രോ പ്ലെയർ ആണെന്ന്. ആ ആടൻ ക്യാരക്ടറിനെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഒരു ന്യൂബനാണെന്ന്. എടാ, അല്ലെങ്കിൽ തന്നെ ഈ ആടും ക്യാരറ്റ് ഇട്ടെന്നും പറഞ്ഞ ആരും ന്യൂബനും ആവൂല, പ്രോയും ആവൂല. അതാദ്യം നീ മനസ്സിലാക്കടാ. ഹലോ ബ്രോ, എന്നെങ്കിലും ഒന്ന് ഫ്രണ്ട് ആക്കുമോ ബ്രോ? ഞാൻ അപ്പോഴേ ഇവന്റെ അടുത്ത് പറഞ്ഞതാ നിങ്ങളൊരു പ്രോ പ്ലെയർ ആകുമെന്ന്. എടാ, നിങ്ങൾ മൂന്നുപേരും നേരത്തെ എന്നെ കിക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലല്ലേയിരുന്നു. ഇപ്പോൾ എന്താ എന്നെ കിക്ക് ചെയ്യാൻ വയ്യേ? ഞങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു നീ ഒരു പ്രോ പ്ലെയർ ആണെന്ന്. എടാ, അല്ലെങ്കിൽ തന്നെ ഒരു ന്യൂബനൂടെ കളിച്ചാൽ എന്താണ് കുഴപ്പം? നിങ്ങളും ഒരു ന്യൂബനല്ലേയിരുന്നു ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയപ്പോൾ. അത് പിന്നെ ബ്രോ, അത് നിങ്ങളൊന്നും പണയണ്ട, ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കോളാം. പിന്നല്ല. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ന്യൂ ഫ്രാങ്ക്? പൊളിയല്ലേ? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ. മുമ്പൊക്കെ ഐസ്ക്രീം കഴിക്കുമ്പോഴെല്ലാം എൻ്റെ പല്ലുകൾക്ക് പുളിപ്പ് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ ഡെന്റിസ്റ്റ് ആണ് പറഞ്ഞത്, നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറത്തെ പാളിക്ക് തേയ്മാനം സംഭവിക്കുമ്പോൾ ഞരമ്പുകൾക്ക് പല്ലുപുളിപ്പ് അനുഭവപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു സെൻസോഡൈൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ. സെൻസോഡൈൻ പല്ലുകൾക്കുള്ളിൽ ചെന്ന് ഞരമ്പുകളെ ശാന്തമാക്കുന്നു. സെൻസോഡൈൻ വർക്ക് ചെയ്തിട്ടുണ്ട്.